ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും എത്ര വലിയ ആളായാലും, എത്ര നല്ല ജീവിതം നയിക്കുന്ന ആളായാലും ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ടാവും അല്ലേ? കഴിഞ്ഞുപോയ കാലത്തെ ചില മോശം നിമിഷങ്ങൾ, ചില തെറ്റുകൾ, ചില മിസ്റ്റേക്കുകൾ, അതൊരു പക്ഷെ ആരെങ്കിലും അറിയാത്ത കാര്യമായിരിക്കാം, നമ്മൾ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ എവിടെയെങ്കിലും അതൊരു ഭാരമായിട്ട് കിടപ്പുണ്ടാവും. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ജീവിതത്തിൽ ഒരുതരം ബ്ലോക്ക് നേരിടുന്നുണ്ട്. അവർക്കറിയാം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, പക്ഷെ എന്താണ് കാരണമെന്ന് അവർക്ക് മനസ്സിലാവാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്നറിയാവോ? നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്, അതൊരു റോഡാണെന്ന് സങ്കല്പിക്കുക. ഈ റോഡിൽ മുഴുവൻ പഴയ കാലത്തെ കല്ലുകളും മണ്ണും തടസ്സങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ യാത്ര മുന്നോട്ട് സുഖമായിട്ട് തുടരാൻ കഴിയുക? എവിടെയെങ്കിലും വണ്ടി തട്ടി നിൽക്കും, അല്ലെങ്കിൽ ടയർ പഞ്ചറാവും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പഴയ കാര്യങ്ങളുടെ ഭാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ക്ലീൻ സ്റ്റാർട്ട് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ സെൽഫ് മാസ്റ്ററി, സെൽഫ് അസസ്മെന്റ്, സെൽഫ് ഒബ്സർവേഷൻ എന്നൊക്കെ പറയുന്ന ഈ കോൺസെപ്റ്റുകളൊക്കെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്. ഇതെല്ലാം എന്തിനാണെന്നോ, നമ്മളെ തന്നെ ക്ലീൻ ചെയ്യാനാണ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് റോളുകൾ ചെയ്യുന്നുണ്ട്. ഒരു അച്ഛൻ, അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു മകൻ, ഒരു മകൾ, ഒരു ജീവനക്കാരൻ, ഒരു ബോസ്, ഇതെല്ലാം ഓരോ റോളുകളാണ്. ഈ റോളുകളെല്ലാം നിങ്ങൾ നന്നായി ചെയ്യാനായി ഒരുപാട് എഫേർട്ടും എനർജിയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ വേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ റോളുകൾ, അത് ശരിക്കും നിങ്ങൾ തന്നെയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശരിയായ നിങ്ങളെ മറച്ചു വെക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു പെർഫോമൻസ് മാത്രമാണോ? പലപ്പോഴും ഈ റോളുകളാണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത്. നമ്മുടെ യഥാർത്ഥ കഴിവുകൾ, നമ്മുടെ സാധ്യതകൾ, ഇതിനെല്ലാം ഈ റോളുകൾ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഒരുപാട് കാലം നമ്മൾ ഒരേ റോള് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യുന്നത്. അതൊരു സൈനാണ്. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതിനേക്കാൾ ചെറുതാണെന്ന് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണ്. നമ്മളിൽ പലരും ഒരു മെഷീൻ പോലെയാണ് ജീവിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. ഇതാണ് നിങ്ങളുടെ ലൈഫെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങളുടെ ബോഡി ഹാപ്പി അല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പി അല്ല. നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ശ്രദ്ധിക്കാറേ ഇല്ല. അതിനെന്ത് വേണം? എപ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് വേണ്ടത്? എപ്പോഴാണ് അതിന് ഭക്ഷണം വേണ്ടത്? അതിൻ്റെ ഡയറ്റ് ശരിയാണോ? നമ്മളിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. നിങ്ങളുടെ ശരീരം തരുന്ന സിഗ്നലുകൾ, സൈനുകൾ, അതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത്, എനിക്ക് സുഖമില്ല, എനിക്ക് കുറച്ച് വിശ്രമം വേണം, എനിക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്, എനിക്ക് ആ ഭക്ഷണം പിടിക്കുന്നില്ല, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. ഇങ്ങനെയുള്ള സൂചനകൾ നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും മോശമാവും. ഒരാരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമല്ലേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. അതിനാണ് നമ്മൾ ശരിയായ രീതിയിലുള്ള ശ്വാസം എടുക്കാനുള്ള ടെക്നിക്കുകളും വ്യായാമവും ചെയ്യണമെന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ ശ്വാസം എടുത്ത് തുടങ്ങുമ്പോൾ മനസ്സും ശരീരവും താളത്തിൽ നീങ്ങാൻ തുടങ്ങും. അതായത്, ഞാനൊന്നും കൂടി വിശദമാക്കി പറയാം. നമ്മുടെ ശരീരം നമുക്ക് തരുന്ന സിഗ്നലുകളെ തിരിച്ചറിയാൻ നമ്മുടെ ശരീരമായിട്ടൊരു നല്ല കണക്ഷൻ ഉണ്ടാവണം. നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് അറിയാൻ പറ്റുക? ഇതിനാണ് നമ്മൾ യോഗ, ബ്രീത്തിങ് പ്രാക്ടീസുകൾ, ചെറിയ ചെറിയ വ്യായാമങ്ങൾ, ജോയിന്റ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ബോഡിയിലേക്കൊരു അവബോധം, ഒരു അവയർനെസ് തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. ശ്വാസം എടുക്കുമ്പോൾ, അത് പുറത്തേക്ക് വിടുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസവും ശരീരവും ഒരുമയോടെ ഒരു ഹാർമണിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് ആയോധന കലകളിലൊക്കെ കണക്ഷൻ എന്ന് പറയുന്നത്. ഈ ശ്വാസം നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ മനസ്സിനെ ശ്വാസവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ ശ്വാസം എവിടെയാണോ അവിടെ നിങ്ങളുടെ മനസ്സും ഉണ്ടാവും. നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ നിങ്ങളുടെ എനർജി ഒഴുകും.
നിങ്ങൾ ശ്രദ്ധ മാറ്റി മറ്റെവിടെയെങ്കിലും കൊടുത്താൽ നിങ്ങളുടെ എനർജിയും അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയും ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ശരീരത്തിൽ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു പൊള്ളയായ രൂപം മാത്രമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സോടെ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാം. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ നടക്കുമ്പോൾ ഞാൻ നടക്കുകയാണെന്ന് എനിക്കറിയാം. ജോലി ചെയ്യുമ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണെന്ന് എനിക്കറിയാം. ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുകയാണെന്ന് എനിക്കറിയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് എനിക്കറിയാം. എല്ലാം ഒരേ മനസ്സോടെ ചെയ്യണം, ഒരുമയോടെ ചെയ്യണം. നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് വെക്കേഷൻ സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും വെക്കേഷൻ സമയത്ത് ആഘോഷിക്കാൻ പോകുമ്പോൾ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ താളപ്പിഴകളാണ്, അല്ലേ? ഇത് നിങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം വേർതിരിക്കുന്നുവോ അത് കൈകാര്യം ചെയ്യാൻ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എപ്പോഴും ഈ പ്രസന്റ് മൊമെന്റിൽ, അതായത് വർത്തമാന കാലത്തിൽ നിർത്തുക. എന്തുകൊണ്ടാണ് ഈ വർത്തമാന കാലത്തിൽ ജീവിക്കുന്നത് പ്രധാനമാകുന്നത്? കാരണം നമ്മുടെ പല സമ്മർദ്ദങ്ങളും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പഴയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലോ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗം ഈ വർത്തമാന കാലത്തിൽ കൂടുതൽ സമയം ജീവിക്കുക എന്നതാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നിരീക്ഷിക്കണം. നിങ്ങളുടെ മനസ്സ് അടുത്ത സഫറിങ്ങിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനെ പിടികൂടാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ സ്വയം ചോദിക്കുക, ഇപ്പോൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? എനിക്ക് അതിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഈ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയും. അവർ സമ്മർദ്ദങ്ങൾക്കിടയിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കും. എന്നാൽ ചില ആളുകൾ ചെറിയൊരു ക്രൈസിസ് വന്നാൽ പോലും തളർന്നു പോകും. അവർക്ക് ക്രൈസിസിനെ നേരിടാനുള്ള ശക്തി തീരെയില്ല. നിങ്ങൾ ഏത് തരം ആളാണെന്ന് സ്വയം ചോദിക്കുക. ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ജന്മം കിട്ടിയതുകൊണ്ട് മാത്രം എല്ലാം നമ്മുടെ മുന്നിൽ തരുമെന്ന് പ്രതീക്ഷിക്കരുത്. പലപ്പോഴും നമ്മൾ ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മൾ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നേടാൻ വേണ്ടി എന്തെങ്കിലും ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് പ്രധാനം. എല്ലാവർക്കും എന്തെങ്കിലും വേണം, പക്ഷെ അത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ത്യജിക്കണമെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം. അതുപോലെ തന്നെയാണ് ഒരുപാട് ജോലിഭാരങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവും വിമർശനങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവും തർക്കങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവും ഇതെല്ലാം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ എത്ര നല്ല ജീവിതം നയിച്ചാലും, നിങ്ങൾ ലോകത്തിന് എന്ത് നല്ലത് ചെയ്താലും നിങ്ങളെ പരീക്ഷിക്കാൻ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് വളരെ അന്യായമായി തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ നേരെ നിൽക്കാൻ പരിശീലിക്കണം. ചിലപ്പോൾ അത് വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യമാവാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നേരെ നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്ക് ദേഷ്യം വരും. അത് നമ്മൾ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കും. നിങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എല്ലാം ഈ ദേഷ്യപ്രകടനമാണ്, അല്ലേ? എന്നാൽ അതൊരിക്കലും ഒരു പരിഹാരമല്ല. അതൊരിക്കലും ഒരു പരിഹാരമായിരുന്നില്ല. ഇനി ഒരു പരിഹാരം ആവുകയുമില്ല. അപ്പോൾ പിന്നെ എന്താണ് വഴി? നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ചില സ്ട്രഗിളുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലതിനെ അവർക്ക് മറികടക്കാൻ കഴിഞ്ഞു, പക്ഷെ ചിലത് അവരെ വിട്ടുപോയില്ല. അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ തലമുറകളുടെ പ്രശ്നങ്ങളാണ്, അല്ലേ? നമ്മുടെ മാതാപിതാക്കൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും സോൾവ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ അടുത്ത തലമുറ ഇപ്പോൾ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ മകനോ മകൾക്കോ നേരിടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് എന്താണ് ജീവിതത്തിൻ്റെ പർപ്പസ്? നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷൻ അടുത്ത തലമുറയിലേക്ക് കൈമാറുക. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്